Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. എന്തുപറ്റി? എന്തിനാ മരത്തിന്റെ മോളിൽ കയറി ഇരുന്ന് കൊരങ്ങന്മാരെ പോലെ വിളിച്ചു പോകുന്നത്? ഈ മരത്തിലിരുന്ന് എന്റെ ആപ്പിൾ ആരോ എടുത്ത് കട്ട് തന്നു. എടാ കഴുതേ, ഇത് ആപ്പിളിന്റെ മരം അല്ലടാ. അതെനിക്കറിയാം. ഞാൻ എന്റെ ആപ്പിളെ ഈ മരത്തിലെ കൊണ്ട് വെച്ചിരുന്നത്. അല്ല, അതെന്തിനാ? എനിക്ക് ഫ്രഷ് ആപ്പിൾ കഴിക്കാനായിരുന്നു. ഡോക്ടർ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു മരത്തിലുള്ള ഫലങ്ങൾ നല്ല ഫ്രഷ് ആയിരിക്കുമെന്ന്. ഓ, ഈ ഹണി ഇങ്ങനെ വളർന്നു വരുന്തോറും അവന്റെ ഉള്ളിലെ കഴുതയും വളർന്നുകൊണ്ടിരിക്കുക. സംശയമുണ്ടോ? ഒരു സംശയമില്ല. താഴേക്ക് ഇറക്കടാ. നിന്റെ ആപ്പിൾ വല്ല കാക്ക എടുത്തോണ്ട് പോയി കാണും. ഹായ് ഹായ്, പൈനാപ്പിൾ കേക്കിന്റെ മേലെ ഈ ആപ്പിൾ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് പറ്റി? നിനക്കെന്താ ഇത്ര ദേഷ്യം? ഇതെന്താണ്? കേക്കാണ്. സംശയമുണ്ടോ? അല്ല, ആരോ കഴിച്ച കേക്കാണ്. ഹണി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കേക്ക് കഴിക്കാൻ പാടില്ല എന്ന്. അതെ, പക്ഷെ ഞാൻ കേക്ക് എടുത്ത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ പ്രേതമാണോ കഴിച്ചത്? ചിലപ്പോ ആയിരിക്കും. എന്റെ ആപ്പിളും ആരോ എടുത്ത് കഴിച്ചു. മിണ്ടാതിരിക്കടാ. പ്രേതവും ഭൂതൊന്നും ഇല്ല. എന്റെ അമ്മച്ചി, എന്റെ പൊന്നു വലിയ ഇത് ഞാനാ. സ്റ്റോർ റൂമിൽ നിന്നാണ് ശബ്ദം വരുന്നത്. എന്നാ ഞാൻ പോയി നോക്കാം. നീ അങ്ങോട്ടേക്കോട്ടെ പോകുന്നേ? ഞാൻ പോയി നോക്കിട്ട് വരാം. പുറത്താരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കട്ടെ. പേടിക്കൊണ്ട, നീ സ്റ്റോർ റൂമിലേക്ക് പോടാ. അവിടെ നില്ലടാ, അകത്തേക്ക് വാടാ. ദേ നോക്കിയേ, നമ്മള് വെറുതെ പേടിച്ചത്. ഇതെന്റെ കളിപ്പാട്ടത്തിന്റെ ശബ്ദമാ. കീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൈ കൊട്ടിച്ചിരിക്കും. മനസ്സിലായോടെ പേടിത്തൊണ്ടന്മാരെ? ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മൾ നാലുപേരും അടുക്കളയിലായിരുന്ന സമയത്തെ ഈ കളിപ്പാട്ടത്തിൽ ആരാ കീ കൊടുത്തത്? നമ്മളെ ആരും ഇട്ട് കളിപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. മാലാഖമാർക്കിടയിൽ നിന്ന് ഞാനിങ്ങോട്ട് വന്നത് നന്നായി. ഇവിടെ വന്നിട്ട് എന്തായാലും നല്ല രസമുണ്ട്. ഹോയ് ഹോയ്, 1 മണിക്കൂറായി ഞാനൊന്നും കഴിച്ചിട്ടില്ല. നന്നായി വിശക്കുന്നുണ്ട്. എന്തേലും കഴിക്കാം. അയ്യോ ദൈവമേ, ആ ബണിയുടെ അടപ്പളയി കാണും ഇപ്പോ. ഹണി, വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തോണ്ട് വാ. ബണി, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഐസ് വെച്ചാൽ ഈ നീര് കുറഞ്ഞു കിട്ടും. ആദ്യം ഞാൻ ഗോലി ഇട്ട് അവനെ കിടിച്ച് സൂപ്പാക്കും. അല്ല, ആരാ ഈ പണി ഒപ്പിച്ചേ? ഹലോ, എനിക്ക് അയ്യൊന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹലോ ചേട്ടാ, ഞാൻ ചേട്ടനോട് ഹലോ എന്നാ പറഞ്ഞത്. അല്ല, നീ ആരാണ്? മട്കു. അല്ല, നീ ഫ്രിഡ്ജിൽ എന്തെടുക്കോ മട്കു? ഞാൻ കുറച്ച് തണ്ണിമത്തം കഴിക്കാൻ വേണ്ടി കയറിയതാ. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന തണ്ണിമത്തം പുറത്തെടുത്താ കഴിക്കാറുള്ളത്. അല്ലാതെ അതിന്റെ അകത്താരും കേറി ഇരിക്കില്ല. അത് പിന്നെ പുറത്ത് ഭയങ്കര ചൂടല്ലേ. ഞങ്ങള് മാലാഖമാര് തണുപ്പുള്ള സ്ഥലത്തല്ലേ ജീവിക്കുന്നത്. മാലാഖയോ? അതെ ചേട്ടാ, ഞാനൊരു മാലാഖയാണ്. മാലാഖ? എന്നാ വേഗം വാ. എന്റെ കൂട്ടുകാരെ നിന്നെ കാണുമ്പോ ഒരുപാട് സന്തോഷിക്കും. ആ ഹണി ഐസ് എടുക്കാൻ വേണ്ടി ഇനി ഹിമാലയത്തിലെങ്ങനെ പോയോ? കഴുതേ, നിന്നോട് ഞാൻ ഐസാ കൊണ്ടുവരാൻ പറഞ്ഞത്. നീ എന്തിനാണ് ഫ്രിഡ്ജ് കൊണ്ടുവന്നത്? അല്ല, ഇതാരാ? ഇത് മാലാഖയാ. മാലാഖമാരുടെ ലോകത്തുനിന്ന് വന്നതാ. അയ്യോ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ?
ഞാൻ ആ സമയത്ത് അത് എടുക്കാൻ പോയപ്പോഴാ താഴെ വീണത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ നീര് വേഗം തന്നെ മാറും. Game on! Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആ ഇവര് തൊട്ടപ്പോ എല്ലാ മുറിവുകളും പോയല്ലോ. ഇവർ മാലാഖയാ. ഞാൻ മട്കു മാലാഖ. മട്കു മാലാഖയോ? അതെ അതെ, മട്കു എന്നാണ് എന്റെ പേര്. ഞാനിനി ഒരു വികൃതിയും കാണിക്കില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കട്ടെ. ഹാ? ആ. ഏയ്, ഹാ, 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 ഹു, ഹു. നന്നായിട്ട് തട്ടുന്നുണ്ടല്ലോ. ഇത് മാലാഖയോ അതോ രാക്ഷസിയോ? അടിപൊളി. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി ഉച്ചയോടെ 2 മണിക്കൂർ കഴിഞ്ഞു മതി. ഇവിടെ ഒട്ടും സമയം പോകുന്നില്ല. മട്കു, നിന്റെ മാന്ത്രിക വടിയെടുക്ക്. നമുക്ക് ഉടൻ തന്നെ മാലഹമാരുടെ രാജ്യത്തിലേക്ക് പോകാം. പക്ഷെ എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ലല്ലോ. എന്നാ പിന്നെ മാജിക് കാണിച്ച് ഐസ്ക്രീം വരുത്ത്. വേണ്ടടാ, ചോക്ലേറ്റ് മതി. എനിക്കൊരു ചോക്ലേറ്റിന്റെ മിൽക്ക് ഷേക്ക് മതി. നിങ്ങൾ ഈ പറയുന്ന മാജിക് ഒന്നും എനിക്കറിയില്ല. മട്കു, നമുക്ക് കുറച്ചേരം ആകാശത്തുനിന്ന് പറഞ്ഞിട്ട് വന്നാലോ? അയ്യോ. നീ എന്താ പറക്കാതിരുന്നേ? എനിക്ക് പറക്കാൻ കഴിയില്ല ചേട്ടാ. പക്ഷേ നീ മാലഹയാണല്ലോ. ഞാൻ മറ്റുള്ള മാലാഖമാരെ പോലെ അല്ല. എനിക്ക് മാജിക് അറിയില്ല ചേട്ടാ. എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ മാജിക് പഠിക്കണമെന്നാ. പക്ഷെ എന്നെ കൊണ്ട് കഴിയാറില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഒളിച്ചോടി വന്നത് ചേട്ടാ. അയ്യോ എന്റെ അമ്മോ, ഇത് നേരത്തെ പറയായിരുന്നില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചാടൂലായിരുന്നല്ലോ മോളിന്ന്. അയ്യോ എന്റെ കാലേ, അയ്യോ എന്റെ നടുവേ. അതോർത്ത് ഒട്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ശരിയായി. ദേ എന്റെ കാല് ശരിയായി. ഇപ്പൊ 2 കാലും കൂടെ എനിക്ക് തുള്ളിച്ചാടി കളിക്കാം. ദേ നോക്കിയേ. ഇത് കണ്ടില്ലേ? മഡ്ഗു തൊട്ട് കഴിഞ്ഞാൽ എല്ലാ വേദനകളും മാറും. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ ഒരു അടിപൊളി മാലാഖയാണ്. സംശയട്ടോ? അല്ല, ഞാൻ മറ്റു മാലാഖമാരെ പോലെ അല്ല. നിങ്ങൾ എല്ലാവരും എന്റെ കൂട്ടുകാരാണ്. പക്ഷെ മാജിക് കാണിച്ച് സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതെ, നീ മറ്റു മാലാഖമാരെ പോലെ അല്ല. നീ വളരെ പാവമാണ്. എപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കും. അത് നടക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കല്ലേ? പറഞ്ഞു വിടുവൊന്നുമല്ലല്ലോ. ഏയ് ഇല്ല, ഇനി നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. എന്തേലും കഴിക്കാൻ കിട്ടോ? ഇനിയിപ്പോ എനിക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമേ നേരം കാണൂ. ഇന്നത്തെ ഊണ് കലക്കി. മധുരം എന്തെങ്കിലും കിട്ടോ? ലഡു? എത്ര കിലോ? 2 കിലോ എനിക്ക് വേണം. ബാക്കി നിങ്ങൾ എടുത്തോ. അയ്യോ, അച്ഛനും അമ്മയും. നീ അപ്പൊ ഇവിടെ വിളിച്ചിരിക്കുവായിരുന്നല്ലേ? ഞങ്ങൾ ആകെ അന്വേഷിച്ച് നടന്ന് തളർന്നു. വാ, വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. മട്കു നിന്നോട് വരാനാ എന്റെ പറഞ്ഞത്. ഫ്രണ്ടിനെ വെറുതെ ഭീഷണിപ്പെടുത്തരുത്, കേട്ടല്ലോ? അയ്യോ വേണ്ട ഹണി, ഇതെന്റെ അച്ഛനും അമ്മയാണ്. നമസ്കാരം ആന്റി. നമസ്കാരം. നമസ്കാരം. മട്കു മോളെ, നീ എന്തിനാ ആരോട് ചോദിക്കാതെ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? മട്കു, നീ വീട്ടിൽ പറയാതെയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ മാജിക് പഠിക്കാൻ നിർബന്ധിക്കുകയാണ്. മാലാഖ ആവുമ്പോ പിന്നെ മാജിക് പഠിക്കേണ്ടി വരില്ലേ മോളെ? അല്ലെങ്കിൽ നിന്നെ മാലാഖയായിട്ട് ആര് അംഗീകരിക്കും? മാലാഖമാരുടെ പ്രത്യേകതകളൊക്കെ നിനക്കും വേണ്ടതല്ലേ? അത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല അച്ഛാ. എനിക്ക് മാജിക് പഠിക്കുന്ന ഇഷ്ടമല്ല. നിനക്കത് പഠിക്കാതെ വേറൊരു മാർഗവും ഇല്ല. നോക്കുമോളെ, അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. മാലാഖയാവുമ്പോൾ മാലാഖമാരുടെ പ്രത്യേകതകൾ നിനക്ക് നീ വേണ്ടേ? മര്യാദക്ക് വന്നില്ലാന്നുണ്ടെങ്കിലേ എനിക്ക് നിന്നെ പിടിച്ചോണ്ട് പോകേണ്ടി വരും. എന്റെ ഫ്രണ്ടിനെ അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, സർദാർ ബണി ഹണി വീണു. അങ്കിളിന് മാജിക് അറിയാവുന്നല്ലേ? എന്റെ വലിയളിനെ പഴയതുപോലെ ആക്കണം. ഞങ്ങൾക്ക് മാജിക്കിലൂടെ ഗിഫ്റ്റ് കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ഇതുപോലുള്ള മുറിവുകളൊന്നും മാറ്റാൻ കഴിയില്ല. ഇവനെ വേഗം ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. സോറി മഡ്ഗു, ഹണിയുടെ വേദന അങ്ങനെയൊന്നും മാറില്ല. ഹണി, നിന്റെ വേദന എല്ലാം മാറും. ഇവന്റെ തലയിലെ മുഴ കാണുന്നില്ലല്ലോ. വേദനയും പോയി. സോറി അങ്കിളിന്റെ കാലം നന്നായിട്ട് മാജിക് കാണിക്കാൻ മഗ്ഗുവിന് അറിയാം. മഗ്ഗുവിന്റെ നല്ല മനസ്സാ. അവൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്. അവളൊന്ന് തൊട്ടാലോ സംസാരിച്ചാലോ രോഗം മാറും.
ഒരാളുടെ സങ്കടം മാറ്റുന്നതിനേക്കാളും വലിയൊരു മാജിക് ഈ ലോകത്ത് എന്താണ് ഉള്ളത് അല്ലേ അങ്കിൾ? ചോക്ലേറ്റും ഗിഫ്റ്റും ഒക്കെ മാജിക് കാണിച്ച് ഏത് മാലാഖയ്ക്കും തരാൻ പറ്റും. പക്ഷെ മട്കു ഒരു സ്പെഷ്യൽ മാലാഖയാണ്. സംശയമുണ്ടോ? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മട്കു വേണമെന്നുണ്ടെങ്കിൽ എന്റെ തലേ ഒന്നുകൂടി ചുമരിലിടിപ്പിക്കാം, എന്നിട്ട് നീ ശരിയാക്കിക്കോ. അപ്പൊ ഇവർക്ക് വിശ്വാസാവില്ലേ? അയ്യോ വേണ്ട, നിനക്ക് ഇനിയും മുറിവ് പറ്റും. എനിക്ക് എന്റെ മോളെ നല്ല വിശ്വാസാ. ഇനി ഞങ്ങൾ മാലാഖമാരുടെ ലോകത്ത് കളിയാക്കിയവരോടൊക്കെ പറയും, അതായത് ഞങ്ങളുടെ മകളും ഒരു ബെസ്റ്റ് മാലാഖയാണെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ പോയി പറഞ്ഞിട്ട് വാ. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞാ മതി അവരെന്താ പറഞ്ഞത്. ഈ മാജിക് ഒക്കെ നീ അവിടെ ചെന്ന് നേരിട്ട് കാണിക്കാതെ അവരെങ്ങനെയാ വിശ്വസിക്കുന്നേ? ഇത് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവരുടെ കൂടെ പോവാം. താങ്ക് യു കുട്ടികളെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് നിങ്ങളെ വീണ്ടും കാണാൻ പറ്റുമല്ലോ അല്ലേ? എനിക്കിനി സോർദാറിന്റെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കണം. അതിന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ നിനക്ക് സോർദാറിന്റെ കൈ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ വരുന്നതിന് 2 ദിവസം മുമ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടതല്ലേ, കാരണം പാർട്ടിയുടെ ഓർഡർ ഞാൻ ഇതുവരെ എടുത്തിട്ടേ ഇല്ല. എന്നാ പിന്നെ ബൈ ബൈ. കൂട്ടുകാരെ, നമ്മുടെ മട്കു എത്ര നല്ല മാലാഖയാണല്ലേ. എന്നെ കൊണ്ട് കുറച്ച് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിച്ചാൽ അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും.